ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളിതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുവാനും ഈ ഒരു വീഡിയോ ഉപയോഗപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ 2026 ലോഗോസിൻ്റെ പഠനഭാഗമായ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിൽ നിന്നുള്ള 67 പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുടെ മോക്ക് ടെസ്റ്റാണ് കൊടുത്തിരിക്കുക. ഒരു ചോദ്യത്തിനൊപ്പം 4 ഓപ്ഷൻസും ശരിയായ ഉത്തരവും കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ കേട്ടുപോകുമ്പോൾ നിങ്ങൾക്കറിയുന്ന ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുവാനും വീഡിയോയുടെ അവസാനം നിങ്ങളുടെ പേരും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ലോഗോസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും വാങ്ങുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായിട്ട് 100 മാതൃകാ പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഈ ചാനലിൽ നടത്തുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷ എഴുതുവാനുള്ള ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിനോടകം കഴിഞ്ഞു പോയ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്കുകളും ഷെയർ ചെയ്യുന്നതായിരിക്കും. 1. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 45, ബി 40, 50, സി 51, ഡി 55. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 51. 2. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1-ലെ ആദ്യത്തെ തലക്കെട്ട്. ഓപ്ഷൻസ്: എ ദൈവത്തിൻ്റെ സാക്ഷ്യം, ബി വചന മനുഷ്യനായി, സി യോഹന്നാന്റെ സാക്ഷ്യം, ഡി വെളിച്ചത്തിൻ്റെ വരവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വചനം മനുഷ്യനായി. 3. ആദിയിൽ ഉണ്ടായിരുന്നത് എന്ത്? ഓപ്ഷൻസ്: എ ദൈവം, ബി ലോകം, സി ജീവൻ, ഡി വചനം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വചനം. 4. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻസ്: എ ദൈവം ലോകം സൃഷ്ടിച്ചു, ബി മനുഷ്യൻ പാപത്തിൽ വീണു, സി ആദിയിൽ വചനമുണ്ടായിരുന്നു, ഡി വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു. 5. ആദിയിൽ ഉണ്ടായിരുന്ന വചനം ആരോട് കൂടെ ആയിരുന്നു? ഓപ്ഷൻസ്: എ മനുഷ്യരോടുകൂടെ, ബി ദൈവത്തോടുകൂടെ, സി ലോകത്തോടുകൂടെ, ഡി പ്രവാചകരോടുകൂടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദൈവത്തോടുകൂടെ. 6. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ആരിലൂടെ? ഓപ്ഷൻസ്: എ ദൈവത്തിലൂടെ, ബി ആത്മാവിലൂടെ, സി പ്രവാചകരിലൂടെ, ഡി വചനത്തിലൂടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വചനത്തിലൂടെ. 7. അവനിൽ ഉണ്ടായിരുന്നത് എന്ത്? ഓപ്ഷൻസ്: എ പ്രകാശം, ബി ശക്തി, സി ജീവൻ, ഡി ജ്ഞാനം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ജീവൻ. 8. വചനത്തിൽ ഉണ്ടായിരുന്ന ജീവൻ ആരുടെ വെളിച്ചമായിരുന്നു? ഓപ്ഷൻസ്: എ ദൈവത്തിൻ്റെ, ബി മനുഷ്യരുടെ, സി ദൂതന്മാരുടെ, ഡി ലോകത്തിൻ്റെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മനുഷ്യരുടെ. 9.
ആ വെളിച്ചം എവിടെയാണ് പ്രകാശിക്കുന്നത്? ഓപ്ഷൻസ്: എ ആകാശത്തിൽ, ബി ഭൂമിയിൽ, സി ഇരുളിൽ, ഡി ദൈവത്തിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇരുളിൽ. 10. ആ വെളിച്ചത്തെ എന്ത് ചെയ്യാനാണ് ഇരുളിന് കഴിയാതിരുന്നത്? ഓപ്ഷൻസ്: എ കാണാൻ, ബി അടയ്ക്കാൻ, സി മറയ്ക്കാൻ, ഡി കീഴടക്കാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കീഴടക്കാൻ. 11. ഒരു മനുഷ്യനെ അയച്ചത് ആര്? ഓപ്ഷൻസ്: എ രാജാവ്, ബി പ്രവാചകൻ, സി ദൈവം, ഡി ജനങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദൈവം. 12. ദൈവമായി അയച്ച മനുഷ്യന്റെ പേര് എന്തായിരുന്നു? ഓപ്ഷൻസ്: എ പത്രോസ്, ബി യോഹന്നാൻ, സി യാക്കോബ്, ഡി പൗലോസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യോഹന്നാൻ. 13. യോഹന്നാൻ എന്തിനു വേണ്ടിയാണ് വന്നത്? ഓപ്ഷൻസ്: എ പ്രസംഗത്തിനായി, ബി അത്ഭുതങ്ങൾക്കായി, സി സാക്ഷ്യത്തിനു വേണ്ടി, ഡി ശിക്ഷയ്ക്കായി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സാക്ഷ്യത്തിനു വേണ്ടി. 14. എന്തിന് സാക്ഷ്യം നൽകാനാണ് യോഹന്നാൻ വന്നത്? ഓപ്ഷൻസ്: എ ദൈവത്തിന്, ബി ലോകത്തിന്, സി ജീവന്, ഡി വെളിച്ചത്തിന്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വെളിച്ചത്തിന്. 15. അവൻ വഴി എല്ലാവരും ഡാഷ് പൂരിപ്പിക്കുക. എ രക്ഷിക്കപ്പെടാൻ, ബി കേൾക്കാൻ, സി കാണാൻ, ഡി വിശ്വസിക്കാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിശ്വസിക്കാൻ. 16. ചോദ്യം: വെളിച്ചമായിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഓപ്ഷൻസ്: എ യേശുവിനെ, ബി യോഹന്നാനെ, സി പത്രോസിനെ, ഡി ദാവീദിനെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, യോഹന്നാനെ. 17. എന്താണ് ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നത്? ഓപ്ഷൻസ്: എ പ്രവാചകൻ, ബി ആത്മാവ്, സി എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം, ഡി ദൂതൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം. 18. യോഹന്നാൻ 1:13 അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാർ, ബി യഹൂദന്മാർ, സി വിശ്വാസികൾ, ഡി പ്രവാചകർ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വിശ്വാസികൾ. 19. ചോദ്യം: യോഹന്നാൻ 1:13 അവർ എന്ന് ഉപയോഗിച്ച് കാണുന്നത് ഏത് കൈയെഴുത്ത് പ്രതിയിലാണ്? ഓപ്ഷൻസ്: എ ഹീബ്രു, ബി ലാറ്റിൻ, സി സിറിയക്, ഡി ഗ്രീക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗ്രീക്ക്. 20. യോഹന്നാൻ 1:13 അവർ ജനിച്ചത് എന്ന് ഗ്രീക്ക് കൈയെഴുത്ത് പ്രതികളിൽ ഉപയോഗിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: മനുഷ്യരുടെ ജനനം, ബി ദൈവത്തിൽ നിന്നുള്ള വിശ്വാസികളുടെ ജനനം, സി ലോകത്തിന്റെ സൃഷ്ടി, ഡി പ്രവാചകന്മാരുടെ ജനനം. ശരിയായ ഉത്തരം ഓപ്ഷൻ
ബി ആണ് ദൈവത്തിൽ നിന്നുള്ള വിശ്വാസികളുടെ ജനനം. 21 എന്താണ് നമ്മുടെ ഇടയിൽ വസിച്ചത്? ഓപ്ഷൻസ്: എ ദൈവം, ബി വചനം മാംസമായി, സി ആത്മാവ്, ഡി പ്രകാശം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് വചനം മാംസമായി. 22 നാം ദർശിച്ച അവന്റെ മഹത്വം എങ്ങനെ ഉള്ളതായിരുന്നു? ഓപ്ഷൻസ്: എ ശക്തിയാൽ നിറഞ്ഞത്, ബി മഹത്വത്തോടെ തിളങ്ങിയത്, സി കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതിൻ്റെതുമായ മഹത്വം, ഡി ദിവ്യമായ പ്രകാശമുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതിൻ്റെതുമായ മഹത്വം. 23 അവന് സാക്ഷി നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞത് ആര്? എ പത്രോസ്, ബി യോഹന്നാൻ, സി യാക്കോബ്, ഡി മോശെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യോഹന്നാൻ. 25 യോഹന്നാൻ അവന് സാക്ഷി നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞത് എന്ത്? ഓപ്ഷൻസ്: എ അവൻ ദൈവത്തിന്റെ പുത്രനാണ്, ബി അവൻ ലോകത്തിന്റെ വെളിച്ചമാണ്, സി അവൻ പ്രവാചകനാണ്, ഡി ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. 26ാമത്തെ ചോദ്യം: എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് ആരെക്കുറിച്ച് പറഞ്ഞു? ഓപ്ഷൻസ്: എ യേശു യോഹന്നാനെ കുറിച്ച്, ബി പത്രോസ് യേശുവിനെ കുറിച്ച്, സി യോഹന്നാൻ യേശുവിനെ കുറിച്ച്, ഡി മോശെ ദൈവത്തെക്കുറിച്ച്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് യോഹന്നാൻ യേശുവിനെ കുറിച്ച്. 27 അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം എന്തു സ്വീകരിച്ചിരിക്കുന്നു? ഓപ്ഷൻസ്: എ ജീവൻ, ബി അനുഗ്രഹം, സി സത്യം, ഡി കൃപയ്ക്കുമേൽ കൃപ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കൃപയ്ക്കുമേൽ കൃപ. 28 ആര് വഴിയാണ് നിയമം നൽകപ്പെട്ടത്? ഓപ്ഷൻസ്: എ അബ്രാഹം വഴി, ബി മോശ വഴി, സി ദാവീദ് വഴി, ഡി യേശു വഴി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് മോശ വഴി. 29 കൃപയും സത്യവും ആര് വഴി ഉണ്ടായി? ഓപ്ഷൻസ്: എ മോശ വഴി, ബി യോഹന്നാൻ വഴി, സി യേശുക്രിസ്തു വഴി, ഡി ദൂതന്മാർ വഴി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് യേശുക്രിസ്തു വഴി. 30ാമത്തെ ചോദ്യം: ആരും ഒരിക്കലും കണ്ടിട്ടില്ല? ഓപ്ഷൻസ്: എ യേശുവിനെ, ബി ആത്മാവിനെ, സി ദൂതന്മാരെ, ഡി ദൈവത്തെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ദൈവത്തെ. 31ാമത്തെ ചോദ്യം: പിതാവിന് വെളിപ്പെടുത്തിയത് ആര്? ഓപ്ഷൻസ്: എ പ്രവാചകന്മാർ, ബി ദൂതന്മാർ, സി പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ, ഡി ശിഷ്യന്മാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ. 32 യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1 2ാമത്തെ തലക്കെട്ട്. ഓപ്ഷൻസ്: എ യേശുവിന്റെ ജനനം, ബി സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം, സി ശിഷ്യന്മാരുടെ വിളി, ഡി അത്ഭുതങ്ങളുടെ ആരംഭം.
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം. 33. നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ആരെയാണ് യോഹന്നാന്റെ അടുക്കലേക്ക് അയച്ചത്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാരെ, ബി രാജാക്കന്മാരെ, സി പുരോഹിതന്മാരെയും ലേവ്യരെയും, ഡി പ്രവാചകന്മാരെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പുരോഹിതന്മാരെയും ലേവ്യരെയും. 34. എന്ത് ചോദിക്കാനാണ് ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും യഹൂദർ യോഹന്നാന്റെ അടുക്കലേക്ക് അയച്ചത്? ഓപ്ഷൻസ്: എ നീ എവിടെ നിന്നാണ് വന്നത്, ബി നീ എന്താണ് പഠിപ്പിക്കുന്നത്, സി നീ ആരാണ് എന്ന് ചോദിക്കാൻ, ഡി നീ എന്തിനു വന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, നീ ആരാണ് എന്ന് ചോദിക്കാൻ. 35. ഞാൻ ക്രിസ്തുവല്ല, അവൻ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചു. ആര്? ഓപ്ഷൻസ്: എ പത്രോസ്, ബി യേശു, സി യാക്കോബ്, ഡി യോഹന്നാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, യോഹന്നാൻ. 36. ഞാൻ ക്രിസ്തുവല്ല എന്നവൻ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചപ്പോൾ അവർ ചോദിച്ചത് എന്ത്? ഓപ്ഷൻസ്: എ നീ പ്രവാചകനാണോ, ബി നീ ദൈവമാണോ, സി എങ്കിൽ പിന്നെ നീ ആരാണ്, ഏലിയായോ, ഡി നീ രാജാവാണോ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, എങ്കിൽ പിന്നെ നീ ആരാണ്, ഏലിയായോ. 37. എങ്കിൽ പിന്നെ നീ ആരാണ്, ഏലിയായോ എന്ന ചോദ്യത്തിന് യോഹന്നാൻ നൽകിയ മറുപടി എന്ത്? ഓപ്ഷൻസ്: എ ആണ്, ബി അല്ല, സി അറിയില്ല, ഡി പിന്നീട് പറയും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അല്ല. 38. നീ ഏലിയായോ എന്ന അവരുടെ ചോദ്യത്തിന് അല്ല എന്നവൻ പ്രതിവചിച്ചു. അപ്പോൾ അവർ വീണ്ടും ചോദിച്ചത് എന്ത്? ഓപ്ഷൻസ്: എ നീ രാജാവാണോ, ബി നീ ദൈവമാണോ, സി അല്ലെങ്കിൽ നീ പ്രവാചകനാണോ, ഡി നീ എവിടെ നിന്നാണ് വന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അല്ലെങ്കിൽ നീ പ്രവാചകനാണോ. 39. നീ പ്രവാചകനാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് യോഹന്നാൻ മറുപടി നൽകിയപ്പോൾ അവർ വീണ്ടും ചോദിച്ചത് എന്ത്? ഓപ്ഷൻസ്: എ നീ എന്താണ് പഠിപ്പിക്കുന്നത്, ബി നീ ആരുടെ ശിഷ്യനാണ്, സി അങ്ങനെയെങ്കിൽ നീ ആരാണ്, ഞങ്ങൾ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം, നിന്നെക്കുറിച്ച് തന്നെ നീ എന്ത് പറയുന്നു, ഡി നീ എവിടെ താമസിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അങ്ങനെയെങ്കിൽ നീ ആരാണ്, ഞങ്ങൾ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം, നിന്നെക്കുറിച്ച് നീ എന്ത് പറയുന്നു. 40. കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് പ്രവചിച്ചത് ആര്? ഓപ്ഷൻ എ ഇര്യാമാവ്, ബി ഏശയ്യ ദീർഘദർശി, സി ഏലിയ, ഡി എസക്കിയേൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഏശയ്യ ദീർഘദർശി. 41. യോഹന്നാൻ 1:24 പ്രകാരം ആരെയാണ് അവരയച്ചത്? ഓപ്ഷൻസ്: എ പുരോഹിതന്മാർ, ബി ശിഷ്യന്മാർ, സി ഫരിസേയർ, ഡി ലേവ്യർ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഫരിസേയർ. 42. ഫരിസേയർ അയച്ചവർ യോഹന്നാനോട് നീ ആരല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ്: എ രാജാവോ ദൈവമോ ദൂതനോ, ബി ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ, സി ഗുരുവോ ശിഷ്യനോ ദൂതനോ, ഡി യഹൂദനോ ഗ്രീക്കനോ റോമനോ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ. 43. നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത് എന്ന് ചോദിച്ചവർക്ക് യോഹന്നാൻ നൽകിയ മറുപടി എന്ത്? ഓപ്ഷൻസ്: എ ഞാൻ ആത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നു, ബി ഞാൻ അഗ്നിയാൽ സ്നാനം നൽകുന്നു, സി ഞാൻ വിശ്വാസം പഠിപ്പിക്കുന്നു, ഡി ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു.
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു. 44. ആര് നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട് എന്നാണ് യോഹന്നാൻ പറഞ്ഞത്? ഓപ്ഷൻസ്: എ നിങ്ങൾ അറിയാത്ത ഒരുവൻ, ബി ദൈവത്തിന്റെ ദൂതൻ, സി പ്രവാചകൻ, ഡി രാജാവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ നിങ്ങൾ അറിയാത്ത ഒരുവൻ. 45. ഞാൻ എന്തിനു പോലും യോഗ്യനല്ല എന്നാണ് യോഹന്നാൻ പറഞ്ഞത്? ഓപ്ഷൻസ്: എ അവന്റെ വസ്ത്രം ധരിക്കാൻ, ബി അവന്റെ പാദം തൊടാൻ, സി അവന്റെ പേര് വിളിക്കാൻ, ഡി അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും. 46. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്നത് എവിടെ? ഓപ്ഷൻസ്: എ ഗലീലിലെ തടാകത്തിൽ, ബി ജെറുസലേമിൽ, സി ജോർദാന്റെ അക്കരെ ബഥാനിയായിൽ, ഡി നസ്രത്തിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ജോർദാന്റെ അക്കരെ ബഥാനിയായിൽ. 47. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1 മൂന്നാമത്തെ തലക്കെട്ട്. ഓപ്ഷൻസ്: എ യോഹന്നാന്റെ സാക്ഷ്യം, ബി ദൈവത്തിന്റെ കുഞ്ഞാട്, സി ആദ്യ ശിഷ്യന്മാർ, ഡി അത്ഭുതങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദൈവത്തിന്റെ കുഞ്ഞാട്. 48. യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ യോഹന്നാൻ എന്താണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ഇതാ ദൈവത്തിന്റെ ദൂതൻ, ബി ഇതാ ലോകത്തിന്റെ രാജാവ്, സി ഇതാ പ്രവാചകൻ, ഡി ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 49. ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? ഓപ്ഷൻസ്: എ പത്രോസ് യേശുവിനെ കുറിച്ച്, ബി യേശു ദൈവത്തെക്കുറിച്ച്, സി യോഹന്നാൻ യേശുവിനെ കുറിച്ച്, ഡി മോശെ ജനങ്ങളെക്കുറിച്ച്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി യോഹന്നാൻ യേശുവിനെ കുറിച്ച്. 50. ചോദ്യം: ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വചനഭാഗം എഴുതുക. ഓപ്ഷൻസ്: എ യോഹന്നാൻ 1:28, ബി യോഹന്നാൻ 1:30, സി യോഹന്നാൻ 1:29, ഡി യോഹന്നാൻ 1:31. ശരിയായ ഉത്തരം ഓപ്ഷൻ സി യോഹന്നാൻ 1:29. 51. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് യേശുവിനെ പറ്റി യോഹന്നാൻ പറയാൻ കാരണമെന്ത്? ഓപ്ഷൻസ്: എ അവൻ ശക്തനായതിനാൽ, ബി അവൻ രാജാവായതിനാൽ, സി അവൻ പ്രവാചകനായതിനാൽ, ഡി എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു. 52. എന്തിനു വേണ്ടിയാണ് ഞാൻ വന്നു ജലത്താൽ സ്നാനം നൽകുന്നതെന്നാണ് യോഹന്നാൻ പറഞ്ഞത്? ഓപ്ഷൻസ്: എ ജനങ്ങളെ പഠിപ്പിക്കാൻ, ബി അത്ഭുതങ്ങൾ ചെയ്യാൻ, സി ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി, ഡി ശിക്ഷ നൽകാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാൻ വേണ്ടി. 53. എന്താണ് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയത്? എ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, ബി പ്രകാശം കണ്ടു, സി ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് കണ്ടു, ഡി അത്ഭുതങ്ങൾ കണ്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് കണ്ടു. 54. ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്താണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നാണ് യോഹന്നാൻ പറയുന്നത്? എ അവൻ രാജാവായിരിക്കും, ബി അവൻ പ്രവാചകനായിരിക്കും, സി അവൻ ദൈവപുത്രനാണ്, ഡി ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ വസിക്കുന്ന നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്,
ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. 55 ഞാനത് കാണുകയും ഇവൻ ഡാഷ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഓപ്ഷൻസ്: എ പ്രവാചകനാണ്, ബി രാജാവാണ്, സി ദൈവപുത്രനാണ്, ഡി ഗുരുവാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദൈവപുത്രനാണ്. 56-ാമത്തെ ചോദ്യം, യോഹന്നാൻ അധ്യായം 1 4-ാമത്തെ തലക്കെട്ട് എന്താണ്? ഓപ്ഷൻസ്: എ ദൈവത്തിന്റെ കുഞ്ഞാട്, ബി ആദ്യ ശിഷ്യന്മാർ, സി സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം, ഡി അത്ഭുതങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആദ്യ ശിഷ്യന്മാർ. 57 ആരാണ് അടുത്ത ദിവസം തന്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടത്? ഓപ്ഷൻസ്: എ പത്രോസ്, ബി അന്ത്രയോസ്, സി യോഹന്നാൻ, ഡി യാക്കോബ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി യോഹന്നാൻ. 58 യോഹന്നാൻ അടുത്ത ദിവസം തന്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് എന്താണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ഇതാ ദൈവത്തിന്റെ ദൂതൻ, ബി ഇതാ ലോകത്തിന്റെ രക്ഷകൻ, സി ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഡി ഇതാ രാജാവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. 59-ാമത്തെ ചോദ്യം, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് വാക്യഭാഗം എഴുതുക. ഓപ്ഷൻസ്: എ യോഹന്നാൻ 1:35, ബി യോഹന്നാൻ 1:36, സി യോഹന്നാൻ 1:37, ഡി യോഹന്നാൻ 1:34. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യോഹന്നാൻ 1:36. 60 ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന യോഹന്നാന്റെ വാക്ക് കേട്ട് യോഹന്നാന്റെ 2 ശിഷ്യന്മാർ എന്ത് ചെയ്തു? ഓപ്ഷൻസ്: എ അവിടെ നിന്നു, ബി വീട്ടിലേക്ക് പോയി, സി ചോദ്യം ചെയ്തു, ഡി യേശുവിനെ അനുഗമിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യേശുവിനെ അനുഗമിച്ചു. 61 യോഹന്നാന്റെ ശിഷ്യന്മാർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് യേശു എന്താണ് ചോദിച്ചത്? ഓപ്ഷൻസ്: എ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ബി നിങ്ങൾ ആരാണ്, സി നിങ്ങൾ എന്തന്വേഷിക്കുന്നു, ഡി നിങ്ങൾ എന്തിനു വന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു. 62 റബ്ബി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ്: എ ശിഷ്യൻ, ബി ഗുരു, സി ദൈവം, ഡി പ്രവാചകൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗുരു. 63 നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് യേശു യോഹന്നാന്റെ ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ അവർ യേശുവിനോട് എന്താണ് ചോദിച്ചത്? ഓപ്ഷൻസ്: അങ്ങ് ആരാണ്, ബി അങ്ങ് എന്താണ് പഠിപ്പിക്കുന്നത്, സി റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത്, ഡി അങ്ങ് എവിടെ നിന്നാണ് വന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത്. 64 റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന യോഹന്നാന്റെ ശിഷ്യന്മാരുടെ ചോദ്യം കേട്ട് യേശു നൽകിയ മറുപടി എന്ത്? ഓപ്ഷൻസ്: എ പിന്നെ കാണാം, ബി ഞാൻ പറയാം, സി ഇവിടെ താമസിക്കുക, ഡി വന്ന് കാണുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വന്ന് കാണുക. 65 വന്ന് കാണുക എന്ന് യേശു പറഞ്ഞപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തു? ഓപ്ഷൻസ്: എ അവർ മടങ്ങിപ്പോയി, ബി അവർ കാത്തുനിന്നു, സി അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കണ്ടു അവനോടുകൂടെ താമസിച്ചു, ഡി അവർ ചോദ്യം ചെയ്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കണ്ടു അവനോടുകൂടെ താമസിച്ചു. 66 അവർ അവൻ വസിക്കുന്നിടം കണ്ടു അവനോടുകൂടെ താമസിച്ചു. അപ്പോൾ സമയം എത്രയായിരുന്നു? ഓപ്ഷൻസ്: എ 3-ാം മണിക്കൂർ, ബി 6-ാം മണിക്കൂർ, സി 9-ാം മണിക്കൂർ, ഡി ഏകദേശം 10-ാം മണിക്കൂർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഏകദേശം 10-ാം മണിക്കൂർ. അവസാനത്തെ ചോദ്യം 67
യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ നിഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ആരായിരുന്നു? എ യാക്കോബ്, ബി പത്രോസ്, സി ശീമോൻ, ഡി ശീമോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ശിമോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ്.